എന്തുകൊണ്ടാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താങ്കൾ പിന്താങ്ങിയത്? ജനം അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നു. രണ്ട്, ഒരു വീക്ഷണം അദ്ദേഹത്തിനുണ്ടായി. ഞാനത് ഏറ്റവും അധികം ശ്രദ്ധിച്ചത് പുതിയ യാത്രയിലാണ്. ഇത് ഏതാനും മാസം കഴിഞ്ഞാൽ ഞങ്ങൾ വരാൻ പോവാണ്. ഞങ്ങൾ ഇന്ന് എന്ന കാര്യങ്ങൾ ചെയ്യും. ഇപ്പോഴുള്ള ഈ തെറ്റുകൾക്ക് ഞങ്ങൾ ഇന്ന് എന്ന രീതിയിൽ പരിഹാരം ഉണ്ടാക്കും. അത് ജനത്തിന് വളരെ ഉൾക്കൊണ്ടു. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഒരു ജനകീയ തെരഞ്ഞെടുപ്പായിരുന്നു ശ്രീ വി ഡി സതീശൻ്റെ. ജനങ്ങൾ ഇന്നാൾ മതി. ഇപ്പം ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയുള്ള വല്ലതും വി ഡി സതീശനെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ തവണ നന്ദി പറയാൻ വേണ്ടി പോകുമ്പോഴൊക്കെ എല്ലാവരും സാർ വി ഡി സതീശനെ അന്വേഷിക്കണം, അദ്ദേഹമാണ് മുഖ്യമന്ത്രി. അപ്പോൾ അതുമാണ് ആ ഒരു വികാരം നമ്മൾ കണക്കിലെടുക്കണ്ടേ. അപ്പോൾ ദീർഘവീക്ഷണം, കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ്, ഒരു ഉപതെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ, നമ്പറുകൾ കൃത്യമായി പറയാനുള്ള കഴിവ്. 100 സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഏറ്റു പറഞ്ഞെങ്കിൽ ഉള്ളിൽ ഞങ്ങൾക്കറിയാം ഞങ്ങൾ വിചാരിച്ചെന്താ പരമാവധി 80. ഞങ്ങളുടെ കാൽക്കുലേഷൻ എങ്ങനെയാണ് പരമാവധി 80. വി ഡി സതീശൻ 100 എന്ന് പറഞ്ഞാൽ ശരിയാണ്, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. പക്ഷേ അത്രയൊന്നും എത്തില്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് അതും തുറക്കുന്നത് വരെ ആർക്കും 100 എന്ന് പറയാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ അത് ശക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമല്ല, എനിക്കിതിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നിർത്തിപ്പോവും. രാഷ്ട്രീയ വനവാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ അത് അവസാനിപ്പിച്ചു പോകും. അങ്ങനെ പറയാനുള്ള ഗട്സ് വേറെ നേതാവിന് ആർക്കാണുള്ളത്?